ഈസ്റ്റർ ദിനത്തിൽ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. നമ്മൾ ആരും പ്രഡിക്റ്റ് ചെയ്തതൊന്നുമല്ല കലിംഗ സ്റ്റേഡിയത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്നത്. ഫ്രം ലൈനപ്പ് ടു ഫോർമേഷൻ ടു പ്ലേയിങ് സ്റ്റൈൽ, ഇതൊന്നും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സിഗ്നേച്ചർ ഐറ്റം ആയ 5 കാര്യങ്ങളുള്ള വീഡിയോയിൽ വഴിയെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നാൽ ഈ വീഡിയോയുടെ ഉദ്ദേശം അതല്ല. ഈ വീഡിയോയുടെ ഉദ്ദേശം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു വിജയത്തിലെ ഓരോ പ്ലെയറിന്റെയും ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ കുറച്ച് ക്ലോസ് ആയിട്ട് നോക്കി അവർക്ക് 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ഒട്ടും സമയം വൈകിക്കാതെ നമുക്ക് അതിലേക്ക് കടക്കാം. ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ്. ഈ കളിയിൽ ഉടനീളം അങ്ങനെ വലിയ ചാലഞ്ചുകളൊന്നും സച്ചിന് നേരിടേണ്ടി വന്നിരുന്നില്ല. വിഷ്ണു PV പോസ്റ്റിലടിച്ച ആ ഒരു ഷോട്ട് ഒഴിച്ചു വെച്ചാൽ വേറെ എവിടെയും സച്ചിൻ ബീറ്റണും ആയില്ല. ഈസ്റ്റ് ബംഗാളും സെറ്റ് പീസുകൾ അത്ര നന്നായി യൂസ് ചെയ്യാഞ്ഞതുകൊണ്ട് തന്നെ അവിടെയും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആ ഒരു പ്രഷർ സച്ചിന് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നില്ല. ഈ ഒരു പെർഫോമൻസ് എത്രത്തോളം സച്ചിനെ ഡിഫൈൻ ചെയ്യും എന്നെനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഇനി അടുത്ത മത്സരമായിരിക്കും ദ റിയൽ ചാലഞ്ച്. എന്തായാലും ഇന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ലൈനപ്പിലേക്ക് വന്ന് ഒരു ഫേസ് ഇഞ്ചുറി ഒക്കെ ബാറ്റിൽ ചെയ്ത് ഈ ഒരു പെർഫോമൻസ് നൽകിയതുകൊണ്ട് റേറ്റിംഗ് 6/10. ഹോർമിപാം. ആദ്യത്തെ നോവയ്ക്കുള്ള ആ ഒരു ലോങ് പാസ് ഹോർമിയിൽ നിന്ന് വന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഈ പ്ലെയറിന്റെ ബോൾ പ്ലേയിങ് എബിലിറ്റിയെ കുറിച്ച് ഈ ചാനലിൽ തന്നെ നമ്മൾ മുമ്പ് എത്ര പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓവറോൾ റൈറ്റ് ബാക്കിൽ ഹോർമിപാം നല്ലോണം സ്ട്രഗിൾ ചെയ്തു. വിഷ്ണു PVയുടെ ആ ഒരു പേസിനെ ഡീൽ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഹോർമീനെ റിപ്ലേസ് ചെയ്തു. ഈ ഒരു പൊസിഷൻ കളിച്ചത് കൊണ്ട് തന്നെ അധികം ഹാർഷായിട്ട് ജഡ്ജ് ചെയ്യണോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. സെന്റർ ബാക്ക് ആണല്ലോ ഹോർമിപാമിന്റെ മെയിൻ പൊസിഷൻ. എന്തായാലും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ റേറ്റിംഗ് 4/10. മിലോസ് ഡ്രിഞ്ചിച്ച്. എന്റെ ചാനലിൽ കുറച്ച് നാളായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ബ്രോ 5 റിപ്ലേസ്മെന്റ്സ് ഫോർ മിലോസ് ചെയ്യാൻ. ഞാനത് ചെയ്യാത്തതിന്റെ കാരണം മിലോസ് നമ്മുടെ ക്ലബ്ബ് ഒഫീഷ്യലി വിടുമ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ട്. ഇപ്പോഴേ അതിന് വലിയ പ്രസക്തി ഇല്ലെന്ന് എനിക്ക് തോന്നി. എന്തായാലും അതൊക്കെ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു പെർഫോമൻസിൽ മിലോസ് ശരിക്കും എന്നെ ഇംപ്രസ് ചെയ്തു. അത് എടുത്ത് പറയാണ്ടും വയ്യ. ഡിഫെൻസീവ്ലി മിലോസിന്റെ സ്പീഡിലുള്ള ആ ഒരു വീക്ക്നെസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഈസ്റ്റ് ബംഗാൾ ഒന്നും ചെയ്തില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർഫോമൻസിനെ ഒരുപാട് പ്രൈസ് ചെയ്യാനും എനിക്ക് ചെറിയൊരു മടിയുണ്ട്. എന്നാൽ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. മിലോസ് ആ ബോൾ ബാക്കിൽ നിന്നും പ്ലേ ഔട്ട് ചെയ്യാൻ കാണിച്ച ആ ഒരു എബിലിറ്റി. ഒന്നിലധികം മികച്ച ലോങ് പാസുകൾ നമുക്ക് മിലോസിൽ നിന്നും കാണാൻ സാധിച്ചു. ഇക്കഴിഞ്ഞ ISL സീസണിലേക്കാളും ബെറ്റർ ആയ ഒരു ഡിഫെൻസീവ് പൊസിഷനിങ്ങും മിലോസിൽ നിന്നുണ്ടായിരുന്നു. റേറ്റിംഗ് 7/10. ബികാഷ് യുംനം. ഡിഫെൻസീവ്ലി വളരെ ഓക്കെ ആയിരുന്നു. വിഷ്ണു PV ഹോർമിപാമിനെ മറികടന്ന ഒരു മുന്നേറ്റം നടത്തിയപ്പോൾ അവിടെ ഒരു നല്ല ടാക്കിലൂടെ ആ ഒരു അറ്റംപ്റ്റ് ബ്ലോക്കും ചെയ്തിരുന്നു. വലിയ ടെൻഷൻ ഒന്നും പ്രകടിപ്പിക്കാത്ത ഒരു പ്രകൃതമാണ്. വെറും 21 വയസ്സ് മാത്രമുള്ളത് കൊണ്ട് തന്നെ റെഗുലർ ആയിട്ട് സെന്റർ ബാക്കിൽ നമുക്ക് വേണ്ടി കളിക്കാനായാൽ ഒരു പക്ഷേ ഒരു മികച്ച സൈനിങ് ആയി മാറിയേക്കാം. റേറ്റിംഗ് 6/10. നവോച്ച സിംഗ്. അറ്റാക്ക് ചെയ്യാൻ ഫുൾ ഫ്രീഡം ലഭിച്ചത് കൊണ്ട് തന്നെ നവോച്ച അത് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിച്ചു. എനിക്ക് ശരിക്കും നവോച്ചയ്ക്ക് ഒരു 7/10 റേറ്റിംഗ് കൊടുക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഫൈനൽ തേർഡിലെ ആ ഫൈനൽ ഔട്ട്പുട്ട് അതിൽ കുറച്ചുകൂടെ കൺസിസ്റ്റൻസി വന്നാൽ മാത്രമേ നവോച്ച ഒരു കംപ്ലീറ്റ് ഫുൾ ബാക്കായി മാറുകയുള്ളൂ. അത് ഈ മത്സരത്തിലും കുറച്ച് ലാക്കിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ 6/10. ദൂഷാൻ ലഗത്തോർ. കളി കുറച്ച് സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആ മിഡ്ഫീൽഡിലെ ഫിസിക്കൽ പ്രസൻസ് നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. കളിയുടെ ട്രാൻസിഷനിലൊക്കെ കുറച്ചുകൂടെ വേഗതയിൽ അദ്ദേഹം പാസ് നൽകണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ പുള്ളിയുടെ ടെക്നിക്കൽ എബിലിറ്റി വെച്ച് അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഇനി വെറുതെ പിടിച്ച് സെന്റർ ബാക്കിൽ ഇടരുത്. ഡിഫെൻസീവ് മിഡ് കളിക്കാനാണ് ഇവിടെ വന്നത്. ആ റോള് തന്നെ ചെയ്യട്ടെ. റേറ്റിംഗ് 6/10. എഡ്രിയൻ ലൂണ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഡീപ്പർ റോളിലാണ് ലൂണ ഈ മത്സരത്തിൽ നമുക്ക് വേണ്ടി കളിച്ചത്. ആൻഡ് നമ്മുടെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് പ്ലെയറും ലൂണ തന്നെയായിരുന്നു. അത് പിന്നെ ആശാന്റെ ഒരു ട്രേഡ് മാർക്ക് സാധനമാണല്ലോ. ലൂണയുടെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഇസ് ഇൻക്രെഡിബിൾ. ഈസ്റ്റ് ബംഗാളിന്റെ മിഡ്ഫീൽഡിൽ നിന്നുള്ള എത്ര റണ്ണുകളാണ് അദ്ദേഹം ട്രാക്ക് ചെയ്ത് നമ്മുടെ സ്വന്തം ബോക്സിൽ കണ്ടെയ്ൻ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ഡീപ്പർ റോളിൽ നിന്നുകൊണ്ട് ഒരുപാട് നല്ല ലോങ് പാസുകൾ നൽകാനായി. അവസാനം ടയർഡായി റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്, റാപ്പ് ഹിം ഇൻ കോട്ടൺ വൂൾ എന്ന് വെച്ചാൽ ഈ പ്ലെയറിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്ത് അടുത്ത കളിക്ക് ഫുൾ പവറിൽ തിരിച്ചു കൊണ്ടുവരിക. അത് നമുക്ക് വളരെ ക്രൂഷ്യൽ ആണ്. ഈ ഒരു മത്സരത്തിൽ ലൂണയുടെ റേറ്റിംഗ് ഒരു സോളിഡ് 8/10. വിപിനെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ ഒരു ഡിഫറെന്റ് റോളിലാണ് കണ്ടത്. ശരിക്കും നവോച്ച ആ ലെഫ്റ്റ് സൈഡിൽ അറ്റാക്ക് ചെയ്തപ്പോൾ ഒരുപാട് ഡിഫൻസ്
ഡിഫെൻസീവ്ലി പിന്നോട്ട് വലിഞ്ഞ് കളിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്രിയേറ്റീവ് സ്കോപ്പ് ഒന്നും ഈ ഒരു റോളിൽ വിപിന് ലഭിച്ചില്ല. എന്തായാലും ആ ലെഫ്റ്റ് സൈഡിൽ അപ്പ് ആൻഡ് ഡൗൺ റൺ ചെയ്ത് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നു. ഒരു ഡീസന്റ് പെർഫോമൻസ്, 6 out of 10. ദാനിഷ് ഫറൂഖ്, ശരിക്കും ദാനിഷ് ഈ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു റോളിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലോണം ഹൈ ആയിട്ട് പ്രസ് ചെയ്തില്ല. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ ഡിഫൻസിന്റെ പിന്നിലേക്കുള്ള റണ്ണുകളും ഒരുപാട് മേക്ക് ചെയ്തില്ല. നോ ആയിട്ടുള്ള ഒരു നല്ല 1-2 പാസ് ഒഴിച്ചാൽ ഫൈനൽ തേർഡിൽ അത്ര വലിയ കോൺട്രിബ്യൂഷനുകളും ഇല്ല. പിന്നെ പിച്ചിന്റെ ലെങ്ത് നല്ലോണം ഓടി കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മത്സരം നമ്മൾ തോറ്റിരുന്നെങ്കിൽ ചിലപ്പോൾ ആദ്യം കൈ ചൂണ്ടാൻ പോകുന്നത് ദാനിഷിന് നേരെ ആയിരുന്നേക്കാം. എന്തായാലും ജയിച്ചത് കൊണ്ട് 5 out of 10. ഹേസൂസ് ഹിമനേസ്, എന്ത് പറ്റിയെന്ന് അറിയില്ല, പക്ഷെ ഹിമനേസ് ഈ ഒരു മത്സരത്തിൽ ഒട്ടും ഷാർപ്പായിരുന്നില്ല. ഈ മാച്ചിൽ മിനിമം 2 ഗോളെങ്കിലും ഹേസൂസ് അടിക്കേണ്ടതായിരുന്നു. പക്ഷെ എന്നിട്ടും ഒരു പെനാൽറ്റി റീടേക്കിലൂടെ മാത്രമേ അദ്ദേഹത്തിന് ഗോൾ കണ്ടെത്താനായുള്ളൂ. ഹിമനേസ് ഫുൾ ഫോമിലായിരുന്നെങ്കിൽ നോവ നൽകിയ ആ 2 പാസും വളരെ ഈസി ആയിട്ട് വലയിൽ എത്തിച്ചേനെ. യൂഷ്വലി ഹിമനേസിന്റെ ഒരു എബിലിറ്റി വെച്ച് ബോക്സിൽ ഒരു ഹാഫ് ചാൻസ് കിട്ടിയവരെ അത് കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷെ ഇന്ന് നമ്മൾ അതിന്റെ ഒരു നിഴൽ പോലും കണ്ടില്ല. അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം കണ്ടതിന് ശേഷം മുതലേ ഈ ചാനലിൽ ഞാനൊരു കാര്യം എടുത്തു പറയാറുണ്ട്. ഈ ലീഗിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രഡീഷണൽ നമ്പർ 9 ഹിമനേസ് ആണ്. അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ അത്രയും ഹൈ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പെർഫോമൻസിൽ ഞാൻ കുറച്ച് നിരാശനാണ്. റേറ്റിംഗ് 4 out of 10. നോവ സദോയി, എനിക്ക് നോവയ്ക്ക് ഈ മാച്ചിൽ ഒരു 10 on 10 റേറ്റിംഗ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവസാനത്തെ ആ ഒരു 1-on-1 ചാൻസ് മിസ് ചെയ്തുകൊണ്ട് റേറ്റിംഗ് 9 out of 10 ആണ്. പക്ഷെ ഈ മത്സരത്തിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ നോവ ആയിരുന്നു എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. കളിയുടെ തുടക്കം മുതലേ റൈറ്റ് വിങ്ങിൽ ഈസ്റ്റ് ബംഗാളിന് ഒരു തലവേദനയായി. മിനിമം 2 അസിസ്റ്റ് എങ്കിലും നോവ ഈ മത്സരത്തിൽ ഡിസേർവ് ചെയ്തിരുന്നു. നോവയുടെ ഓവറോൾ പ്ലേയിൽ ഒരു വലിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മത്സരത്തിൽ നിന്ന് നമ്മൾ പഠിച്ച 5 കാര്യങ്ങളുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആ വീഡിയോയ്ക്കായി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് വരുമ്പോഴേക്കും ഈ മത്സരത്തിലെ നിങ്ങളുടെ പ്ലെയർ റേറ്റിംഗ്സും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ്സിൽ എന്നോട് പറയുക. പിന്നെ ഈ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ താരങ്ങളെ കുറിച്ചുള്ള റേറ്റിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഞാൻ കമന്റ്സിൽ പിൻ ചെയ്യാം. ഇനി തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങൾക്ക് ശേഷം ഇതായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി. ആദ്യം പ്ലെയർ റേറ്റിംഗ്സ് വീഡിയോ, അത് കഴിഞ്ഞ് നമ്മുടെ സിഗ്നേച്ചർ ഐറ്റം ആയ 3ഉം 5ഉം കാര്യങ്ങളും ഒക്കെ ഉള്ള ഡീറ്റെയിൽഡ് റിവ്യൂ. അപ്പൊ ആ വീഡിയോ ആയിട്ട് ഞാൻ വൈകാതെ വരാം. അതുവരേക്കും ആസ് ഓൾവേസ് എന്താണ്, യു ടേക്ക് കെയർ, ബൈ ഫോർ നൗ. അതാണ്.